സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. എലപ്പുള്ളിയിലെ ബ്രൂവർ ചർച്ചയാകും. CPI മന്ത്രിമാരുടെ പ്രതികരണവും ഇന്നുണ്ടായേക്കും. ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPI നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുടെ മോചനവും അജണ്ടയിൽ ഉണ്ട്. ശാലിനിയിലേക്ക് എത്താം. എന്തായാലും ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ വിവാദ വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബ്രൂവറി വരുമ്പോൾ രോഹിണി, CPI മന്ത്രിമാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാർ പറയുന്നൊരു കാര്യമുണ്ട്. മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുമ്പോൾ കൂട്ടായ നിലപാടുകളിലേക്ക് വരുന്നു, അത് ഒരു നിലപാടിലേക്ക് എത്തുന്നു. പക്ഷെ പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. പാർട്ടിയുടെ അഭിപ്രായം മന്ത്രിസഭയിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് മന്ത്രിമാർ മിണ്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും നമുക്കറിയാം വീണ, ഏതെങ്കിലും ഒരു സാമൂഹിക വിഷയം വരുമ്പോൾ CPI എതിർക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാലം സാക്ഷിയാണ്. അതെ, മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ പറയുന്ന നിലപാട് ഇതാണ്, വ്യത്യസ്തമായിരിക്കും. അത് മാത്രമല്ല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. വികസനത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും തയ്യാറല്ല എന്നുള്ളത്. എന്തായാലും എന്തൊക്കെയായിരിക്കും മന്ത്രിസഭാ യോഗ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ചർച്ചയ്ക്ക് എടുക്കുക? രോഹിണി, കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് എലപ്പുള്ളിയിലടക്കം പാലക്കാട്, കഞ്ചിക്കോട് അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ സ്ഥാപിക്കാൻ, ബ്രൂവറി ഡിസ്റ്റിലറി ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തത്. ഒയാസിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകാനായിരുന്നു സർക്കാർ എന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ ആ തീരുമാനമെടുത്ത് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പുറത്ത് നടക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിലടക്കം ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പശ്ചാത്തലം, ഒപ്പം കൂടാതെ പാലക്കാട് മേഖലയടക്കം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പൊതുജനം നീങ്ങിയ പശ്ചാത്തലം, CPI അടക്കം കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ അഭിപ്രായ ഭിന്നത വിഷയത്തിൽ രേഖപ്പെടുത്തിയ സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വീണ്ടും ഇതേ വിഷയം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിയോട് കൂടിയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. സാധാരണഗതിയിൽ ബുധനാഴ്ചയോടെയാണ് മന്ത്രിസഭാ യോഗങ്ങൾ ചേരുന്നത്. പക്ഷേ ഇന്ന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില അസൗകര്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരാൻ സർക്കാർ തലത്തിൽ ധാരണയാവുകയായിരുന്നു. എന്തായാലും 10 മണിക്ക് ചേർന്ന യോഗത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുകയും ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPI ആലപ്പുഴ ജില്ലാ ഘടകം അടക്കം ഈ വിഷയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIക്ക് ഇതിലുള്ള ഭിന്നത, ഒപ്പം തന്നെ അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതകളാണ്. പ്രധാനമായും ബ്രൂവറി ഡിസ്റ്റിലറി വിഷയം തന്നെയായിരിക്കും പ്രധാന അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിൽ വരിക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഔദ്യോഗികമായി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കരാർ പിൻവലിക്കില്ല എന്നുള്ളൊരു നിലപാടും, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കരാറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികളോ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് കാര്യമായി തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും CPIയുടെ എതിർപ്പ്, CPIയുടെ മന്ത്രിമാർ അടക്കമുള്ളവർ ഈ വിഷയം ഇന്ന് ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ കൂടിയാലോചനകൾക്കോ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുടെ മോചനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ചയ്ക്ക് എടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം സംസ്ഥാനത്ത് 40-ലധികം പേർ വധശിക്ഷയ്ക്ക് വിധിച്ച് കഴിയുന്ന സാഹചര്യം, 2 വനിതകൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ട പശ്ചാത്തലം, ജീവപര്യന്തം അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇഷ്ടക്കാരടക്കമുള്ളവർ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിവിധ ജയിലുകളിലടക്കം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ അതിക്രമങ്ങൾക്കും ഒക്കെ കാരണക്കാരായിട്ടുള്ള പ്രതികൾ ജീവപര്യന്ത ശിക്ഷ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ ചില വ്യക്തതകളും ഇളവുകളും അടക്കം അനുവദിക്കുന്നതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനവും ചർച്ചയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. എന്നാലും ബ്രൂവറി ഡിസ്റ്റിലറി വിഷയം തന്നെയായിരിക്കും പ്രധാന അജണ്ടയെങ്കിലും സംസ്ഥാനത്തെ വിവിധ സാഹചര്യങ്ങൾ, വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ക്യാബിനറ്റിന്റെ പ്രധാന പരിഗണനയ്ക്ക് വരുന്നുണ്ട്. രോഹിണി, ശരി, ഓക്കെ. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.